ഈ നിമിഷത്തിൽ സാറിന് മനസ്സിൽ എന്താണ് തോന്നുന്നത്? ആടുജീവിതത്തിന് ഇത്രയധികം അവാർഡുകൾ ലഭിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പലപ്പോഴും അംഗീകാരങ്ങൾ ചിലപ്പോൾ കൊടുക്കുന്നതിനൊക്കെ ചില പാർഷ്യാലിറ്റികളൊക്കെ വരാൻ പറ്റും. ഒരു സിനിമയ്ക്ക് മാത്രം ഇത്രയും അവാർഡുകൾ കൊടുക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവാമായിരിക്കാം. അതിനെയൊക്കെ നമ്മൾ മാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അവാർഡുകളെയൊക്കെ എന്നുവെച്ചാൽ നമ്മൾ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം തന്നെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് KR ഗോകുലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു എന്നുള്ളത്. കാരണം ഈ ഒരു പൃഥ്വിരാജിനോടൊപ്പം തന്നെ ഒരു മികച്ച പ്രകടനം വെച്ച ആളാണ് ഗോകുൽ. അപ്പോൾ ഞാൻ നേരത്തെ ഗോകുലിൻ്റെ അടുത്ത് പറയാറുണ്ട്, മികച്ച നടൻ പൃഥ്വിരാജും ഈ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് വേണം നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു തന്മാത്രയുടെ സമയത്ത് ലാലേട്ടന് മികച്ച നടനും അതിൽ അർജുൻ ലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിക്കുന്നു. ഒപ്പം ചെറിയൊരു പ്രയാസവും വിഷമവും ഉള്ളത് ഈ സിനിമയുടെ ആടുജീവിതം എന്ന സിനിമയുടെ ഏറ്റവും കാതലായ അല്ലെങ്കിൽ ഏറ്റവും ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കാണ്. ആ മ്യൂസിക് ഒരു മലയാള സിനിമയിലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉണ്ടായിട്ടും അതിന് കാണാതെ പോയത് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ലെജൻഡ് മ്യൂസിഷ്യൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഇത് ശ്രദ്ധിക്കുകയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉണ്ടാകത്തില്ലായിരിക്കും. പക്ഷെ അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളതെന്ന് അറിയാനായിട്ട് വലിയൊരു ആഗ്രഹം. സാർ അത് ഒരു തെറ്റുപറ്റിയതാണോ അല്ലാതെ എന്താണെന്ന് എന്തെങ്കിലും സാറിന് ജൂറിക്ക് സാറ് ചോദിക്കുക? നമുക്ക് അങ്ങനെ ഒരു ജൂറി എടുത്ത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അധികാരമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചോദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ആടുജീവിതത്തിലെ BGM ഇപ്പോൾ റഹ്മാൻ സാർ ചെയ്തതാണ്. അപ്പോൾ ഈ ഹാൻസ് സിമ്മർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈപ്പിലാണ് ഇപ്പോൾ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു മ്യൂസിക്കിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയില്ല എന്ന് പറയുന്നതൊരു ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി ഹാൻസ് സിമ്മർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല മ്യൂസിക്കൽ പരീക്ഷണങ്ങൾ ചിലപ്പോൾ നടത്തുന്നുണ്ട്. ചില ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ഓർക്കസ്ട്രകളല്ലാതെ മറ്റു രീതിയിൽ. അപ്പം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാലറിയാം, ഈ പൃഥ്വിരാജിൻ്റെ അയാൾ തുണിയൊക്കെ അഴിച്ചിട്ടിങ്ങനെ വെള്ളം കുളിക്കാനായിട്ട് പോകുന്ന ഒരു സീക്വൻസിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു മനസ്സിൻ്റെ ഒരു തെറിക്കലും അല്ലെങ്കിൽ പൊട്ടിച്ചിതറലുകളും ഒക്കെ എന്നിട്ട് നല്ല ഒരു കൊളാഷ് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഞാനതിരുന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ പുള്ളി അത് വെച്ചിട്ട് ഗാഡിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഓരോന്നും ഡിഫറെൻ്റ് കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് ഒരു ഹാൻസിമറിൻ്റെ ഒക്കെ ഒരു രീതി അങ്ങനെയാണ്. അങ്ങനെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത സൗണ്ടിങ്ങിലേക്കൊക്കെ കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഈ ഇബ്രാഹിം ഖാദിരിയുടെ ഇൻട്രോ എല്ലാം ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെ ആ ഒരു പാറ്റേണിൽ നിന്ന് എടുത്തിട്ട് അതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതികളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്തിട്ടുള്ള അതിനെ അറിയാതെ പോയതാണോ കാണാതെ പോയതാണോ എന്ന് അറിയത്തില്ല. പിന്നെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ട്രാൻസിഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലാണ് ഈ സിനിമയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ട്രാൻസിഷനോ? ഓരോ ഇപ്പോൾ നജീബ് ഒരു ഈ ട്രാൻസിഷനൊക്കെ അതായത് ഇപ്പം ആദ്യത്തെ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു തിരക്കഥയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചില ആൾക്കാർ ഇത് എഡിറ്റിങ്ങിലാണെന്ന് ഒരു തിരക്കഥ എഴുതുമ്പം തന്നെ ഇത് വെള്ളം പൊട്ടി ഒലിക്കുന്ന വെള്ളം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നദി ഉണ്ടാകുന്നതായിട്ടുള്ളത് സ്ക്രിപ്റ്റിലുണ്ട്. അത് എനിക്ക് തോന്നുന്നുണ്ട് ഇത്തരം രീതിയിലുള്ളത്. പ്രത്യേകിച്ച് ഞാനൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു തിരക്കഥയിൽ എൻ്റെ ഒരു വലിയൊരു സാഹിത്യ ഗുണമൊന്നും വായനയെ കാണത്തില്ല. പക്ഷേ ഇത് ടെക്നിക്കലി എനിക്ക് തിരക്കഥയിൽ എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള ഷോട്ടുകൾ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഉള്ളത്. അത് അത്തരത്തിലുള്ള
പലപ്പോഴും ഒരു സീനും മറ്റൊരു സീനും തമ്മിൽ എങ്ങനെയാണ് മേർജ് ചെയ്യുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ മേർജിങ് മാത്രമല്ല ചെയ്യുന്നത്, ഇത് സൗണ്ടിങ്ങിലും ഈ മേർജിങ് ആവശ്യമാണ്. അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഒരു 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 ജം കട്ട് പോലും നമ്മൾ ഒരു മ്യൂസിക് ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് വിഷ്വൽ തമ്മിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു മേക്കിങ്ങിൻ്റെ അതിൻ്റെ പ്രത്യേകിച്ച് ഇതിലെ നാട് എന്ന് പറയുന്നത് ഒരു നനവും പച്ചപ്പും അങ്ങനെ കാൽപ്പനികമായിരിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് റിയലിസത്തിൽ നിന്ന് അങ്ങനെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കണമല്ലോ ഇങ്ങനെ ഒരു കാര്യം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല, അങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതൊരു മേക്കിങ്ങിൻ്റെ ഒരു കഥ പറച്ചിലിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അതിനെ നമുക്ക് കൊതിപ്പിക്കുന്ന തരത്തിൽ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ അങ്ങനെ ആണോയെന്ന് വെച്ചാൽ അങ്ങനെ ആകണമെന്നൊന്നുമില്ല. പക്ഷേ അത് കാണുമ്പോൾ ഒരു കൊതി ഉണ്ടാകുന്ന തരത്തിൽ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, മണിരത്നത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു, മണിരത്നത്തിൻ്റെ സിനിമയിലെ പ്രണയം പോലെ എന്ന് പറഞ്ഞു. അത് മണിരത്നം വളരെ നന്നായിട്ട് പ്രണയം കൈകാര്യം ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കും ആ ഒരു കോൺട്രിബ്യൂഷൻ ഇത് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു 5ാം ക്ലാസ്സുകാരനായ നജീബിന് അങ്ങനെ പറ്റുമോ? അപ്പോൾ ഈ പ്രണയത്തിനും കാൽപ്പനികതയ്ക്കും വിദ്യാഭ്യാസം വലിയൊരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്. രണ്ട്, നമ്മൾ ഈ സൈനുവിൻ്റെ വിദ്യാഭ്യാസവും സൈനു ഒരു സ്ത്രീക്ക് ഒരിക്കലും നമ്മൾ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പം എൻ്റെ മീശ കടിച്ച് പറിക്കുന്നു എന്ന് പറയുന്ന സാധനം ഞാൻ രാജുവിൻ്റെ അടുത്ത് ആദ്യം സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഞാൻ കഥ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മീശ വേണം ഈ ക്യാരക്ടറിന്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു രംഗത്തിൽ ഈ മീശ കടിച്ചു പറിക്കുന്നുണ്ട്. അത് ഇത് ചുമ്മാ ഒരു തോന്നലാണ്. എന്ന് വെച്ചാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈകാരികമായ അടുപ്പങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ മുറിവുകൾ സംഭവിക്കാമെന്നുള്ള തരത്തിലാണല്ലോ അതിൻ്റെ ആഴം ഉണ്ടാകുന്നത്. അപ്പം പിന്നീട് അതൊരു പാട്ടിലേട്ടാകുന്നതും ഒക്കെ അങ്ങനെ ആകുന്നത്. അതൊരു ഒരു 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 എഴുത്തുകാരൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലോ അങ്ങനെ ഇത് രണ്ടും കൂടെ ഒരാളായിട്ട് ചെയ്യുന്നതിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. അതെനിക്ക് പലപ്പോഴും അത് ചിലർ അത് ഭയങ്കര ഇവരുടെ കാൽപ്പനികത അല്ലെങ്കിൽ ഇവരുടെ പ്രണയം പാട്ടിലെ ചുംബനം ഒക്കെ കൂടി എന്നൊക്കെ പറയുന്ന കമൻറ്റ് ഇതൊന്നും അനുഭവിക്കാനായിട്ട് എന്തുകൊണ്ട് മലയാളിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം ആ ഒരു സൗന്ദര്യത്തിലേക്ക് ജീവിതത്തിനെ കൊണ്ടുവരാൻ സാധിക്കണം, പ്രണയത്തിലേക്ക് ജീവിതത്തിനെ കൊണ്ടുവരാൻ സാധിക്കണം, ബന്ധങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വലിയൊരു ഒരു തീവ്രത ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതിപ്പോൾ പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ എല്ലാ നേട്ടങ്ങളുടെ അവകാശി ബ്ലെസ്സി എന്നൊരൊറ്റ ഒരാളിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പൃഥ്വിരാജിനെ മോൾഡ് ചെയ്തെടുക്കാൻ ബ്ലെസ്സി എന്നൊരാൾക്കേ പറ്റൂ, അങ്ങനെ എല്ലാ എന്തുകൊണ്ടാണ് ശരിക്കും പൃഥ്വിരാജ് എന്നൊരാളെ തന്നെയാണ് ഈ ആടുജീവിതത്തിന് മസ്റ്റാണെന്ന് അന്ന് തോന്നിയത് ബ്ലെസ്സി? പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാന്യത കൊണ്ട് സംസാരിക്കുന്നതാണ്. കാരണം അത് എന്നോടുള്ള ആദരവ് ഞാൻ കൊടുക്കുകയാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനിൽ ഞാൻ ഏറ്റവും കാണുന്നത് അദ്ദേഹത്തിന് ഈ സിനിമയോടുള്ള വലിയ അമിതമായ ആവേശമാണ്. അതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അപ്പം അത് തന്നെയാണ് പൃഥ്വിരാജിലേക്ക് ആദ്യം എത്തുന്നത്. പൃഥ്വിരാജിലേക്ക് എത്തുമ്പോൾ ഞാൻ കാണുന്ന പൃഥ്വിരാജ് വളരെ വെളുത്തു സുമുഖനായ ചെറുപ്പക്കാരനാണ്, നല്ല മസിലുകളുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉറച്ച കണ്ണുകൾ, വളരെ കോൺഫിഡൻസ് ഉള്ള ചുമലുകൾ ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ആരോടും ഇങ്ങനെ എന്താണ് എന്ന് വെച്ചാൽ ആധികാരികത അയക്കുണ്ട്. കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന അയാൾക്ക് വളരെ എല്ലാത്തിനോടും നല്ല വ്യക്തമായ കാഴ്ചപ്പാടുകൾ അറിവുള്ള ഒരാളാണ്. അതുകൊണ്ട് ഉണ്ടാകും. അപ്പം ഇതിൽ നിന്നാണ് ഇയാൾ ഈ ഷോൾഡറൊക്കെ ഓടിച്ച് വയറുമൊക്കെ ചാടിച്ചുള്ള ഒരു 5ാം ക്ലാസ്സുകാരനായിട്ട് മാറുന്നു എന്നുള്ളത്. അപ്പം ഇയാളുടെ ഒരു സ്വഭാവത്തിൽ ഇയാളുടെ ഒരു ശരീരത്തിൻ്റെ ഉണ്ടാക്കേണ്ടിയ മാറ്റത്തിനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്കഷൻ. അപ്പം അതിൽ ഏറ്റവും ഇദ്ദേഹത്തിന് ഇത്ര എനർജി വേണ്ട, 5ാം ക്ലാസ് ഇത്രയും കോൺഫിഡൻസ് വേണ്ട, ഒന്നും അറിയത്തില്ല. പലതും ഭാര്യ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് എന്ന് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള നമ്മൾ ഇത് പറയും, രാജുവിൻ്റെ അടുത്ത് പറയുന്നത് ഇവൻ ഈ മണൽ വാരി 10 മണിയൊക്കെ വരെയൊക്കെ ആയിരിക്കും മണൽ വാരുന്നത്. മണൽ വാരി കഴിഞ്ഞിട്ട് നേരെ വീട്ടുന്ന ചായക്കടയിൽ പോയി പൊറോട്ടയും ബീഫും അടിക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള തൊഴിലാളികളൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അവർ ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ട് ബ്രഞ്ചാണ് അവരുടെ ആഹാര രീതി എന്ന് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും കടകളിൽ 11 മണിക്ക് പൊറോട്ട ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും ക്യാരക്ടറിൻ്റെ ഒരു എന്താ സ്വഭാവ രീതികൾ, അയാളുടെ ഉമ്മയുമായിട്ടുള്ളൊരു സംഭവങ്ങൾ, കാര്യങ്ങൾ, ഇങ്ങനെ ഓരോന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വർക്ക് ചെയ്യാനായിട്ടും. അപ്പം അത് പോകുമ്പോഴത്തേക്ക് അതിങ്ങനെ മുറുകി വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു അത് അദ്ദേഹത്തിൻ്റെ സംസാരം മുറിഞ്ഞു പോകുന്നത് സംസാരിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ ഓരോ സീനിലും എത്ര എനർജി വേണമെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഈ ആൾക്ക് സംസാരം ഡയലോഗുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മുറിഞ്ഞൊരു ഡയലോഗ് എഴുതാൻ പറ്റത്തില്ല. കാരണം അഭിനയിക്കുന്ന ആളുടെ ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ ഇതാണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗുകൾ. അപ്പോൾ അതിനെ ഉൾക്കൊണ്ടിട്ട് എന്തൊക്കെ പറയാൻ പറ്റുന്നു എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഇതാണ്. അപ്പം അങ്ങനെയാണ് ഒരു ഘട്ടത്തിലൊക്കെ ഈ ക്യാരക്ടറിനെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം ഇതിനൊക്കെ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഈ മണലിൽ നമുക്ക് യഥാർത്ഥമായ റിഹേഴ്സൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വൺസ് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അന്നേരം ഇതിങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും പോയിൻ്റ് ചെയ്തിട്ടാണ് പാട്ടൊക്കെ തുടങ്ങുന്ന ആ സീനിൻ്റെയൊക്കെ റെസർട്ടിൽ 3 പേര് നടന്നു പോകുന്നു. നമ്മളിങ്ങനെ മറ്റേ പോയിൻ്റർ വെച്ചിട്ട് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇതാണ് ഇങ്ങനെ പോയിൻ്റ്, ഈ പോയിൻ്റ് അതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ മനസ്സിൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞതെന്നുള്ളത് അതൊരു പല സീനുകൾക്കും റിഹേഴ്സലുകൾക്ക് ആവശ്യം വരുന്നില്ല. കാരണം ഇവരൊക്കെ അങ്ങനെ അതായിട്ട് മാറുകയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതുതന്നെയാണ്. ഇവരൊക്കെ അതിനായിട്ട് ഈ ക്യാരക്ടറായിട്ട് മാക്സിമം എത്തുകയാണ്. അത് ഇബ്രാഹിം ഖാദരിയും അങ്ങനെ തന്നെയാണ്, ഗോകുലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇവർക്കൊരു നല്ല നിശ്ചയം ഉണ്ടാകുന്നു. ചില കാര്യത്തിൽ മാത്രം നമ്മൾ മാറി നിന്നിട്ട് കാണിക്കും, ഇങ്ങനെ മടിയിലോട്ട് പിടിച്ച് കിടത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരങ്ങനെ അവിടെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സ്പോട്ടിൽ ക്യാമറയുടെ മുന്നിൽ ഫ്രെയിമിലാണല്ലോ ചെയ്യുന്നത്. അപ്പം അതാണ് ഒരു ഈ 3 ആർട്ടിസ്റ്റുകളുടെയും ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇപ്പോൾ ഈ സിനിമയ്ക്ക് മുന്നിൽ നിൽക്കുന്നവർക്ക് ഒക്കെ അവാർഡ് കിട്ടും, അതുപോലെ തന്നെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഛായാഗ്രഹനാണെങ്കിലും മേക്കപ്പിനാണെങ്കിലും അങ്ങനെയുള്ള അവർ എഫോർട്ട് എടുത്തതിന് എല്ലാത്തിനും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എഫോർട്ടിനെ കുറിച്ചിട്ട് സാറിന് എന്താണ്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പം ഛായാഗ്രഹനും മേക്കപ്പ്മാനും മാത്രമല്ല, ഇതിൽ ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടെങ്കിലും അവൻ എവിടെ കൂടെ നടക്കാൻ പറ്റും, എവിടെ ചെയ്യാൻ പറ്റും. ഈ സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ആകെ 1-2 ആൾക്കാരൊക്കെ കാണത്തുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ. ബാക്കി എല്ലാവരും അവരൊക്കെ തന്നെയാണ് ഇതിൽ ഒരു ഷെഡ്യൂളിന് പോകുന്നതിന് മുമ്പ് ഈ സിനിമയിൽ എന്തൊക്കെ ഷോട്ടുകളാണ് എടുക്കുന്നതെന്നുള്ളത്, എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു 10-20 ദിവസം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് എല്ലാവർക്കും എനിക്കറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാം. ക്യാമറാമാനറിയാം, മേക്കപ്പ്മാനറിയാം, കോസ്റ്റ്യൂമർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു പാറ്റേൺ പലപ്പോഴും ഇപ്പം വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചില സീക്വൻസുകളൊക്കെ നമ്മൾ രാവിലെ റിഹേഴ്സൽ ചെയ്യും. റിഹേഴ്സൽ ചെയ്യും, മോശമായ ലൈറ്റിൽ റിഹേഴ്സൽ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു മാജിക്കൽ ലൈറ്റ് വരുമ്പോൾ അന്നേരം നമ്മൾ ഷൂട്ട് ചെയ്യും. അന്നേരം ഈ ട്രാക്ക് ആൻഡ് ട്രോളിയൊക്കെ ഇടുന്നത് എവിടെ ഇടണമെന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട. ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത ട്രാക്ക് വന്നു കഴിയും. ഇന്നടത്ത് ഇത്ര 2 കട്ട ആപ്പാ വെക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ റിഹേഴ്സലിന് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കൊരു 1.5-2 മണിക്കൂറിനുള്ളിൽ ഒരു 8 ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതൊക്കെയാണ് സിനിമയുടെ ഏറ്റവും വളരെ മാജിക്. ഏറ്റവും പ്രത്യേകിച്ച് സുനിലിന് കറക്റ്റ് ടെമ്പറേച്ചറിൽ നമുക്ക് ഇതിൽ സാറേ അക്കീമിൻ്റെ ഒരു വേഷം നമ്മൾ ഗോകുൽ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ അത് പടം പ്രൊമോഷൻ എത്തുന്ന സമയം വരെ ഇത് പുറത്തു വിട്ടിട്ടില്ല. കാരണം ഗോകുലിനെ പോലും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഞാൻ ആടുജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരാളാണെന്ന് പോലും വിടാൻ ആ സമയം സാറ് അനുവദിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാറ് പറയണ്ടായി ഇത് പടം ഇറങ്ങിയ ശേഷമാണ് നിന്നെ അംഗീകരിക്കുക, അല്ലെങ്കിൽ നീ അഭിനയിച്ചു എന്ന് പറയുന്നത് ആ പടം ഇറങ്ങിയതിന് ശേഷം മാത്രമായിരിക്കണം സാർ. അപ്പോൾ അതിലൊരു ശരിക്കും പറഞ്ഞ ഒരു വിജയമാണ് ഇപ്പം കിട്ടിയ അക്കീമിന് കിട്ടിയൊരു അവാർഡ്. അല്ലാതെ അതിനു മുമ്പ് ഇത്രയും ആൾക്കാർ പുതിയ ആൾക്കാർ ചെയ്യുന്നു. പക്ഷേ ഇവൻ ഇത്രയും പുതിയൊരാളല്ല, ഒരു പഴയ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോഴേ അവൻ ഇൻ്റർവ്യൂവിന് വാല്യൂ ഉള്ളൂ. അല്ലാതെ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിന് എന്താ പറയുക, എവിടെ നീ പഠിച്ചത്, എന്താ പഠിച്ചത്, നിൻ്റെ അച്ഛനാര്, അല്ലെങ്കിൽ കോളേജിൽ എന്ത് ചെയ്യുന്നത്, ഇത്രയല്ലേ ചോദിക്കാനുണ്ടാവുള്ളൂ.
ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളാണ്. അപ്പോൾ അയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ അയാൾക്ക് ഇങ്ങനെയാണ് സിനിമയെന്ന് കൃത്യമായിട്ട് അറിയാം. ഗോകുലിലേക്ക് വരുമ്പോഴത്തേനും ഗോകുലിൻ്റെ ഒരു ആദ്യ ചിത്രമാണ്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഒരു ആദ്യ അനുഭവമായിരിക്കും. അപ്പോൾ അയാൾ ഇങ്ങനെയാണ് ശരിക്കും ഹാൻഡിൽ ചെയ്തത്. സാർ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അയാളിപ്പം അയാൾ ഒരു ഘട്ടത്തിൽ അയാളുടെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് ഇവന് ഭക്ഷണം കഴിക്കുന്നില്ല, ഇവൻ കുളിക്കുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ഇവനിങ്ങനെ ആരോടും സംസാരിക്കുന്നില്ല, ഇവൻ അങ്ങനെ വീട്ടിലും ആ രീതിയിൽ ബിഹേവ് ചെയ്യും. പിന്നീട് നമ്മൾ അതിനെ കയറി ഇടപെട്ടിട്ടൊക്കെയാണ് നമ്മൾ അത് അത്രയും രീതിയിലേക്ക് നമുക്കത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി. അപ്പോൾ അങ്ങനെ ഒരു ഭ്രാന്തമായി ജീവിച്ച ഒരു മനുഷ്യനാണ് ഗോകുല്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ എഫേർട്ട് ശരിക്കും പറയുന്നതിൽ മരണത്തെ മുമ്പിൽ കണ്ടുപോലും വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന അവസ്ഥ വരെ പൃഥ്വിരാജ് അനുഭവിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ഇനി പറയുകയും ചെയ്തു ഇനി ഇങ്ങനത്തെ ഒരു ലോങ് പടത്തിലേക്ക് ഞാൻ ശരിക്കും ചെയ്യില്ല എന്നവരെ പറയണ്ടേ. അപ്പം പൃഥ്വിരാജിനൊരു നടൻ ശരിക്കും ഇതിൽ ശരിക്കും ഭയങ്കരമായിട്ട് സാർ പൃഥ്വിരാജിൻ്റെ ഒരു എഫേർട്ട് എന്താണ് ആടുജീവിതത്തിൽ? പൃഥ്വിരാജ് എന്നുള്ളൊരു നടൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിനകത്ത്. പൃഥ്വിരാജ് ഇല്ല, ഞങ്ങളൊരു ഘട്ടത്തിൽ പറയും പൃഥ്വിരാജ് ഇതിലില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു നടനോ അദ്ദേഹത്തിൻ്റെ രീതികൾക്കോ സ്വഭാവത്തിനോ അപ്പുറമായിട്ട് എത്തപ്പെടേണ്ട ഒരു തലത്തിലേക്ക് അയാൾക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്തപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഈ പൃഥ്വിരാജ് ഈ ഒരു ഇതിലില്ല എന്ന് പറയുന്നത്. സാർ ഇതൊരു ശരിക്കും പറഞ്ഞൊരു 16 വർഷത്തിൻ്റെ ഒരു ജേണിയാണെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും മധുരം തരുന്നൊരു സന്തോഷത്തിലാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു വഴികളിലെ ഓർമ്മകൾ എന്ന് പറയുന്നത്? സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവിലെ വേദന പോലെയെന്ന് ഞാൻ ആദ്യ സിനിമ തൊട്ട് എല്ലാ ഇൻ്റർവ്യൂവിലും പറയാനുള്ളൊരു കാര്യമാണ്. സന്തോഷത്തിന് അല്പം ആയുസമുള്ളൂ. പക്ഷേ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള സിനിമകളല്ല, പുതിയ ജനറേഷൻ ഒരുപാട് മാറി എന്ന് വിചാരിക്കുന്ന ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമയെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു റിസ്കി എലമെൻ്റ് ഉണ്ട്. കാരണം ഇത് ഞാൻ 2018 ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരുടെ രീതിയല്ല ഇപ്പോഴത്തെ ഫിലിമിന് വരുന്ന ആൾക്കാരുടെ രീതി. അപ്പോൾ ഈ വ്യത്യാസത്തിൽ നിന്നൊക്കെ അപ്പുറമായിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈ സിനിമയ്ക്ക് അസാധ്യകരമായി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കരുതുന്നത്. ഇത്രയധികം ഒരു വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റിതര സംസ്ഥാനങ്ങളിലും മിഡിൽ ഈസ്റ്റിലും എബ്രോഡുമൊക്കെ US-ലും ഒക്കെ ഇത് ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ സിനിമ വരുമ്പോൾ മലയാളികൾ മാത്രമല്ല മറ്റെല്ലാ ഭാഷകളിൽ നിന്നുള്ള ആൾക്കാർ വളരെ അതിശയത്തോടുകൂടി ഈ സിനിമയെ കാണുന്നു എന്ന് പറയുന്നത് ആ സിനിമയുടെ അതാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ വിഷ്വലി അല്ലെങ്കിൽ മ്യൂസിക്കലി ഇത്രയും ഡീറ്റെയിൽ ആയ ഒരു പടം ഇപ്പോൾ OTT-ൽ വന്ന സമയത്ത് കുറേ കമൻറ്റുകളുണ്ട് ഇനി അടുത്തത് ഓസ്കാർ എന്നുള്ള നിലയ്ക്ക്, അതിനെക്കുറിച്ചാണ് എന്താണ് പറയുന്നത്? ഓസ്കാർ വലിയൊരു പ്രോസസ്സാണ്. അതിനെക്കുറിച്ച് അതൊരു വലിയൊരു സാമ്പത്തികമായ ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. അതിൽ എത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു വലിയൊരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷന് നിൽക്കുന്ന പോലെയാണ് ക്യാമ്പയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാഹുബലി RR എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആടുജീവിതം ഉണ്ടെന്നാണ് കുറേ കമൻസൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ അത് പറയുന്നവരുടെ സന്തോഷം, അവരുടെ സ്നേഹത്തിനെയൊക്കെ മാനിക്കുന്നു. പക്ഷേ അതൊരു വലിയൊരു സാമ്പത്തികം, ഏതെന്ന് കോടികൾ ഈ സിനിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച പോലെയുള്ളൊരു പൈസ ആവശ്യമുണ്ട്. അതിന് നമുക്ക് സാധിക്കുമെന്ന് കരുതുന്നില്ല. ശ്രമിക്കാം, സാധിക്കട്ടെ, ഞങ്ങൾക്ക് കിട്ടട്ടെ, നമുക്ക് കിട്ടട്ടെ. അതായത് സാറിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ആടുജീവിതത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഇനിയുള്ള സിനിമ, ബാക്കിയുള്ള അടുത്ത പ്ലാനുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് പിന്നെ പറയാം. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടോന്ന് അറിയില്ല. ഈ ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ മമ്മൂക്കയും പൃഥ്വിരാജും കൂടെയാണ് ഒരു കോമ്പറ്റീഷൻ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ധാരണ? അല്ല, അതിനെക്കുറിച്ച് എപ്പോഴും വേണമല്ലോ. ഒരു മത്സരത്തിന് 2 പേരില്ലെങ്കിൽ പിന്നെ ഒരാൾ തന്നെ വരുമ്പോൾ മത്സരമില്ലല്ലോ. അപ്പോൾ അത് ഒരു കാര്യമുണ്ട്. പിന്നെ വേറൊരു വലിയൊരു ഞാൻ ഇത് മറന്നുപോയൊരു കാര്യം, ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ 8 സിനിമയിലെ 3 സിനിമയിലെ നായകന്മാർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നാണ്. മമ്മൂക്കായ്ക്ക് എൻ്റെ ആദ്യ സിനിമയിലൂടെ കിട്ടി, രണ്ടാമത്തെ സിനിമയ്ക്ക്
ലാലേട്ടന് കിട്ടി, ഇപ്പോൾ ഈ 8ാമത്തെ സിനിമയ്ക്ക് പൃഥ്വിരാജിന് കിട്ടി. അതും വലിയൊരു സന്തോഷമാണ്. ഈ എൻ്റെ 3 നായകന്മാർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു സാർ.